വറഹ്മത്തുള്ളാഹി. പരിശുദ്ധമായ ശവ്വാൽ മാസത്തിലെ 13-ാമത്തെ ദിവസത്തിൽ ഇന്നത്തെ ദിവസം ചൊല്ലേണ്ട വളരെ മഹത്വമുള്ള ദിക്റാണ് നമ്മൾ ചൊല്ലാൻ പോകുന്നത്. പലരും പല വിധത്തിൽ വിഷമങ്ങളുള്ളവരുണ്ട്, പ്രയാസങ്ങളുള്ളവരുണ്ട്. അല്ലാഹു ഈ മജ്‌ലിസിന്റെ ബർക്കത്ത് കൊണ്ട്, മഹത്തുക്കളായ സ്വാലിഹീങ്ങൾ ബദരീങ്ങളുടെ ബർക്കത്ത് കൊണ്ട് എല്ലാ വിഷമങ്ങളും നീക്കി തരട്ടെ. സന്തോഷവും സമാധാനമുള്ള ജീവിതം തന്ന് അനുഗ്രഹിക്കട്ടെ. അല്ലാഹു എല്ലാ ആഫത്തുകളിൽ നിന്നും ബലാകളിൽ നിന്നും നമ്മളൊക്കെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. ജീവിതത്തിൽ ഒരുപാട് കുറവുകൾ വന്നവരാണ്, പോരായ്മകളുള്ളവരാണ്, കുറ്റങ്ങൾ ചെയ്തവരാണ്. അതുകൊണ്ട് നമുക്ക് ആദ്യം ഇസ്തിഗ്ഫാർ ചെല്ലാം. എല്ലാ ദിവസവും ഇസ്തിഗ്ഫാർ ചെല്ലണം. ആ ഇസ്തിഗ്ഫാർ ചെല്ലുന്നതിലൂടെ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു തആല മായ്ച്ച് കളയുന്നത് മാത്രമല്ല, നമ്മുടെ മനസ്സ് ശുദ്ധിയാകും എന്നത് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും അല്ലാഹു തആല കുടുസുകള് പ്രയാസങ്ങൾ നീക്കി തന്ന് വലിയ ഖൈറിന്റെ വാതിൽ അല്ലാഹു നമുക്കൊക്കെ തുറന്നു തരും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് ആദ്യം ഇസ്തിഗ്ഫാർ ചെല്ലാം. അതിനുശേഷം വളരെ പ്രധാനപ്പെട്ട മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള ദിക്റുകളും അതുപോലെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത് ചൊല്ലി നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹു നമ്മളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. മനസ്സറിഞ്ഞെല്ലാവരും ചൊല്ലണം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, 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 അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ഇനി ചൊല്ലാൻ പോകുന്ന ദിക്റുകൾ വല്ലാത്ത മഹത്വമുള്ള ദിക്റാണ്. ഇത് ജീവിതത്തിൽ പകർത്തുന്നവർക്ക് വലിയ നേട്ടമാണ്. മാരക രോഗങ്ങൾക്ക് ശമനമാണെന്ന് പഠിപ്പിച്ച ദിക്റാണ്. ജീവിതത്തിൽ സാമ്പത്തികമായി കുറവ് വരാതിരിക്കാൻ, നരക്കം വരാതിരിക്കാൻ, ദാരിദ്ര്യം വരാതിരിക്കാൻ പഠിപ്പിച്ച ദിക്റാണ്. ഇങ്ങനെ ഒരുപാട് നേട്ടമുള്ള ദിക്റുകളാണ് ചൊല്ലുന്നത്. ചൊല്ലിക്കോ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം, 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 ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം,
لا حول ولا قوة إلا بالله العلي العظيم 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 لا إله إلا الله الملك الحق المبين 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 سبحان الله وبحمده 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 يا سلام يا حفيظ يا الله 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 ഇനി നമുക്ക് കുറച്ച് സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യാം. നല്ല മനസ്സോടെ ചൊല്ലിക്കോ. എത്ര വലിയ വിഷമുള്ളവരാണെങ്കിലും ഏറ്റവും വലിയ പരിഹാരം അത് സ്വലാത്ത് തന്നെ. എത്ര വലിയ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിലും സ്വലാത്ത് ചൊല്ലാൻ നേർച്ചയാക്കിയാൽ എത്ര വലിയ തടസ്സങ്ങളും നീങ്ങിക്കിട്ടും. അല്ലാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും തടസ്സങ്ങളും നീക്കി തരട്ടെ. ചൊല്ലിക്കോ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്ത് പിരിയാം. ചെറിയ രൂപത്തിൽ നമുക്ക് ദുആ ചെയ്യാം. എത്ര ചെറിയ രൂപത്തിലാണെങ്കിലും മനസ്സറിഞ്ഞ് ദുആ ചെയ്യുമ്പോൾ അല്ലാഹു അത് പെട്ടെന്ന് നമ്മളൊന്ന് സ്വീകരിക്കും. അല്ലാഹു നമ്മളൊന്നൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. പലരും പല വിധത്തിൽ വിഷമങ്ങളുള്ളവരുണ്ട്, രോഗങ്ങളുള്ളവരുണ്ട്, കടങ്ങളുള്ളവരുണ്ട്, വീട്ടിൽ സമാധാനമില്ലാത്തവരുണ്ട്, സ്വാലിഹായ ഇണകളെ തേടുന്നവരുണ്ട്. ഇങ്ങനെ ജീവിതത്തിൽ എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടോ അതൊക്കെ സഫലമായി കിട്ടണം. അല്ലാഹു സഫലമാക്കി തരട്ടെ. നമ്മുടെ കൂട്ടത്തിൽ മരണപ്പെട്ടവരുണ്ട്, അവരുടെ ഖബർ ജീവിതം അല്ലാഹു സ്വർഗീയ പൂന്തോപ്പാക്കി മാറ്റി തരട്ടെ.
അല്ലാഹുവേ നമ്മുടെ ദുആ നീ സ്വീകരിക്കണേ അല്ലാഹ്, കബൂലാക്കണേ അല്ലാഹ്. നമ്മൾ ചൊല്ലിയ ദിക്റുകളും സ്വലാത്തുകളും ബർക്കത്തും കൊണ്ട് അല്ലാഹ് നമ്മുടെ ജീവിതത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്, സന്തോഷം നൽകണേ അല്ലാഹ്. എല്ലാ നിലക്കുള്ള വിഷമങ്ങൾ നീക്കി തരണേ അല്ലാഹ്, പ്രയാസങ്ങൾ നീക്കി തരണേ അല്ലാഹ്. നമ്മുടെ കൂട്ടത്തിൽ മാരകമായ രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവരുണ്ട്, ആജിലായ ശിഫ നൽകണേ അല്ലാഹ്. അങ്ങനെയുള്ള മാരക രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാഹ്, ഞങ്ങളെ സലാമത്താക്കണേ അല്ലാഹ്, ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തുപോയ കുറ്റങ്ങളുടെ കാഠിന്യം കൊണ്ട് അല്ലാഹ് ഞങ്ങൾക്ക് മാരക രോഗം തന്ന് പരീക്ഷിക്കല്ലേ അല്ലാഹ്. അല്ലാഹു അല്ലാഹ് ഞങ്ങൾക്ക് ആഫിയത്തും ആരോഗ്യം നൽകണേ അല്ലാഹ്, സന്തോഷം സമാധാനമുള്ള ജീവിതം നൽകണേ അല്ലാഹ്. അല്ലാഹ് ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദന്മാർ, ബന്ധുക്കൾ, മുഅ്മിനാത്തുകൾക്ക് നീ ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കണേ അല്ലാഹ്. ഈ മജ്‌ലിസിൽ പങ്കെടുത്ത ഓരോരുത്തർക്കും നീ ബർക്കത്തും അല്ലാഹുവേ ഈ ദുആ സ്വീകരിക്കണേ അല്ലാഹ്, തട്ടിക്കളയല്ല റബ്ബേ. ഞങ്ങൾ പാപികളാണ്, ദോഷികളാണ് അല്ലാഹ്. അല്ലാഹ് ഞങ്ങളുടെ കൂട്ടത്തിൽ വീടില്ലാത്തവരുണ്ട്, നല്ല വീട് കൊടുക്കണേ അല്ലാഹ്. ഉള്ള വീട്ടിൽ സമാധാനം സന്തോഷം നൽകണേ അല്ലാഹ്. അല്ലാഹു അല്ലാഹ് ഞങ്ങൾക്ക് വരുന്ന എല്ലാവിധ അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്, കണ്ണീറുകളെ തൊട്ട് കാക്കണേ അല്ലാഹ്, ചതികളെ തൊട്ട്, ഫസാദുകളെ തൊട്ട്, സിഹറിനെ തൊട്ട്, അങ്ങനെയുള്ള ശറുകളെ തൊട്ട് കാക്കണേ അല്ലാഹ്. ഞങ്ങളെ സലാമത്താക്കണേ അല്ലാഹ്. പെട്ടെന്നുള്ള ദുരിതങ്ങളെ തൊട്ട്, പെട്ടെന്നുള്ള രോഗങ്ങളെ തൊട്ട്, പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. ഞങ്ങൾ പലരും ഹോസ്പിറ്റലിൽ കഴിയുന്നവരുണ്ട്, വീട്ടിൽ കഴിയുന്നവരുണ്ട്, മാരകമായ വേദനകൾ കൊണ്ട്, രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെട്ട് വിശ്രമിക്കുന്നവരുണ്ട്, നിത്യമായി മരുന്ന് കഴിക്കുന്നവരുണ്ട്. അവർക്കൊക്കെ ആഫിയത്തും ആരോഗ്യം കൊടുക്കണേ അല്ലാഹ്, ശരീരത്തിലെ ക്ഷീണങ്ങൾ മാറ്റി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹു അല്ലാഹ് ഞങ്ങൾ അവസാനം മരിക്കുമ്പോൾ ഈമാനോടുകൂടെ സ്വർഗത്തിലെ ഫോട്ടോ കണ്ട് പുഞ്ചിരിച്ച് നല്ല ദിവസത്തിന് നല്ല സമയത്ത് ഞങ്ങളെ മരിപ്പിക്കണേ അല്ലാഹ്. ഞങ്ങൾ ഈമാനിക്കേടായ രൂപത്തിൽ മരണം ഞങ്ങൾക്ക് തരല്ലേ അല്ലാഹ്. ഞങ്ങൾക്ക് മരിക്കുമ്പോൾ ഞങ്ങളുടെ ഹക്കിടപാടുകൾ വെട്ടി പിണങ്ങി നിൽക്കുന്നവരുടെ പിണക്കം മാറ്റിക്കൊണ്ട് നല്ല സന്തോഷത്തോടെ കുടുംബക്കാരുടെ വസിയത്ത് ചെയ്ത് മരിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്, ഭാഗ്യം നൽകണേ അല്ലാഹ്. ഞങ്ങളെ സ്വീകരിക്കൂ റബ്ബേ, ഞങ്ങളുടെ അമലുകൾ സ്വീകരിക്കണേ അല്ലാഹ്. ചുരുങ്ങിയ അമലുകളാണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ളത്, അതിന് പൊരുത്തപ്പെടണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് നാഫിയായ ഇൽമ നൽകണേ അല്ലാഹ്.